ശബരിമലയുടെ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാം? അത് മതസൗഹാർദ്ദത്തിന്റെ മഹാക്ഷേത്രമാണ്. സ്വാമി അയ്യപ്പൻ ഹിന്ദുവാണ്. അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിമായ വാവർ, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വാവരാണ്. അയ്യപ്പന്റെയും വാവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊന്നും അയ്യപ്പന് ചീരപ്പഞ്ചിറ കളരിയിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന വെളുത്തച്ഛൻ ക്രിസ്ത്യാനിയാണ്. ആലപ്പുഴ അർത്തുങ്കലിലാണ് വെളുത്തച്ഛൻ ഉള്ളത്. ആ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് ശബരിമല. ശബരിമല നിൽക്കുന്നത് റാന്നിയിലാണ്. ഇത്തവണ റാന്നിയിൽ ജനവിധി നേടുന്നത് ശ്രീ പഴകുളം മധുവാണ്. ആദ്യം മുതലേ ശബരിമലയെ പിന്തുണച്ച വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ശ്രീ പഴകുളം മധു. അതായത് ആദ്യം ശബരിമല വിധിന്യായം വന്നപ്പോൾ എല്ലാ പാർട്ടിക്കാരും, കോൺഗ്രസ്സുകാരും BJP-കാരും CPM-കാരും എല്ലാം ഒന്ന് പതറി. സുപ്രീം കോടതിയുടെ 5 അംഗ വിധിയാണ്. ചരിത്രത്തിന്റെ തെറ്റായ കോണിൽ നിൽക്കരുത്, അതായത് റോങ് സൈഡ് ഓഫ് ഹിസ്റ്ററിയിലാവരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങളടക്കമുള്ള വിശ്വാസികളെ തള്ളി പറഞ്ഞു. ഞങ്ങളെല്ലാം പിന്തിരിപ്പന്മാരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നും കൂടെ നിന്ന വളരെ കുറച്ച് നേതാക്കളിൽ ഒന്നാണ് ശ്രീ പഴകുളം മധു. എന്നോടൊപ്പം അറസ്റ്റിലായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റും നല്ല കോൺഗ്രസ് നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ഞങ്ങളെ പമ്പയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ പമ്പ പോലീസ് സ്റ്റേഷനിൽ, ഞങ്ങൾ ജയിലിലായിരുന്നു, കാണാൻ വന്ന നമ്മുടെ കെ സുധാകരൻജി, കണ്ണൂരിന്റെ ആവേശമായ കെ സുധാകരൻജി, പത്തനംതിട്ടയിലെ ആന്റണി MP അടക്കം ഒരുപാട് പേർ, എല്ലാ പാർട്ടികളിലെ 1-2 പേരുണ്ടായിരുന്നു. കോൺഗ്രസിലെയും BJP-യിലെയും CPM-ലെ ആരും ഇല്ലായിരുന്നു. അപ്പോ ആ വിശ്വാസികൾ, ശബരിമല വിശ്വാസം ശബരിമല നിലനിൽക്കുന്ന റാന്നിയിൽ ഇത്തവണ പോരാടുന്നത് ശ്രീ പഴകുളം മധുവാണ്. അദ്ദേഹം ഒരു നല്ല മതസൗഹാർദ്ദവാദിയാണ്. വർഷങ്ങളായിട്ട് എനിക്ക് അറിയുന്ന വ്യക്തിയാണ്. സൗമ്യനാണ്. ഒരുപാട് കേസുകൾ ശബരിമലയ്ക്ക് വേണ്ടി അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഇവരുടെയൊക്കെ ത്യാഗം പലപ്പോഴും പൊതുജനങ്ങൾ വേണ്ട രീതിയിൽ തിരിച്ചറിയുകയോ ആഘോഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വിഷമം. ഇങ്ങനെ 10,000-കണക്കിന് ആൾക്കാർ അവരുടെ ജീവിതവും ധനവും ഊർജവും സമയവും എല്ലാം പോരാടിയാണ് നമ്മൾ ശബരിമലയിൽ ജയിച്ചത്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ ശരിയല്ലാത്തൊരു വിധിന്യായം നമ്മൾ അതിജീവിച്ചത് ഒരുപാട് പേരുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത്തരത്തിൽ ആദ്യം മുതലേ പോരാടിയ ഫൈറ്റിനിറങ്ങിയ ഒരു വ്യക്തിയാണ് ശ്രീ പഴകുളം മധു. അദ്ദേഹം ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. റാന്നിയെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു MLA, അത് മതസൗഹാർദ്ദത്തിന്റെയും ബഹുസ്വരതയുടെയും കേന്ദ്രമായ ശബരിമല ഇരിക്കുന്ന റാന്നി. ആ റാന്നി നിവാസികളുടെ പ്രത്യേകത അതാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസം ഉള്ളവനും വിശ്വാസം ഇല്ലാത്തവനും സ്നേഹത്തോടെ പരസ്പര ഐക്യത്തോടെയും സഹകരണത്തോടെയും ജീവിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ശ്രീ പഴകുളം മധു വിജയിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് നാട്ടുകാർക്ക്. എനിക്കൊന്ന് കൂടെ നിൽക്കുന്ന 2 കണ്ടസ്റ്റൻസും പ്രഗത്ഭര് തന്നെയാണ്. അവരെല്ലാവരും മിടുക്കരാണ്, ഒന്നുമില്ലെന്നല്ല. എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ മതസൗഹാർദ്ദവും അയ്യപ്പസ്വാമിയെയും ശബരിമലയും ഒക്കെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്ന ശ്രീ പഴകുളം മധു അവിടെ വിജയിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.